രണ്ടാം പാദം ക്യാമ്പ് നൗവിലാണെങ്കിൽ ആദ്യ ലെഗിലെ വിജയത്തിൽ നിങ്ങൾ ഒരിക്കലും മതിമറക്കരുത്. പറയുന്നത് ബാർസലോണയെ പറ്റിയാണ്. ഇന്നലെ കഴിഞ്ഞ റൗണ്ട് ഓഫ് 16 ബാർസലോണ vs ന്യൂകാസ്റ്റിൽ മത്സരം വീക്ഷിച്ച ഓരോ ആരാധകനും ആഗ്രഹിച്ചൊരു വിജയം. ഇഫ് യു ആർ എ ഡൈ ഹാർഡ് ഫാൻ ഓഫ് ബാർസലോണ, മത്സരത്തിലെ ഓരോ നിമിഷവും നിങ്ങൾക്ക് ഇമോഷണലി കണക്റ്റ് ആയിട്ടുണ്ടാകും. യമാൽ, റാഫിന്യ, വാട്ട് എ പെർഫോമൻസ്. പോളിസ്റ്റാർ ലെവൻഡോസ്കി UCL നോക്കൌട്ട് സ്റ്റേജിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാകുന്നു. സെന്റ് ജെയിംസ് പാർക്കിലെ ആദ്യ ലെഗിൽ ബാർസലോണ ഒരു സമനിലയ്ക്ക് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ നിന്നിങ്ങോട്ട് രണ്ടാം പാദത്തിലേക്ക് എത്തുമ്പോൾ അതേ ബാർസലോണ അതേ എതിരാളികൾക്കെതിരെ ഹോം ഗ്രൗണ്ടിൻ്റെ ഒറ്റ അഡ്വാൻറ്റേജ് മുതലെടുത്ത് A2 വലിയൊരു അന്തരം സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. പ്യൂർ അഡ്രിനാലൈൻ റഷ്. സ്വന്തം മൈതാനത്ത് ബാർസലോണ എത്രത്തോളം അപകടകാരികളാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. കഴിഞ്ഞുപോയ കോപ്പ ഡെൽ റേ സെമി ഫൈനൽ മത്സരം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആദ്യ ലെഗിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയം ഏറ്റുവാങ്ങിയ ഹതഭാഗ്യരായിരുന്നു. രണ്ടാം പാദം ക്യാമ്പ് നൗവിലേക്ക് എത്തുമ്പോൾ കഥ മാറി. 3 ഗോളുകൾ തിരിച്ചടിച്ച് ഒരു കംബാക്ക് നടത്തി. ഫലം പരാജയമാണെങ്കിൽ കൂടി അവർ നടത്തിയ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. അതേ ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി UCL സെക്കൻഡ് ലെഗിലും ആവർത്തിച്ചതോടെ ദേ ക്വാളിഫൈഡ് ടു ദ ക്വാർട്ടർ ഫൈനൽ. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ബോത്ത് ടീംസ് ആർ ഡൂയിങ് വെരി വെൽ. കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തുള്ള ഫുട്ബോൾ. ഇരുവർക്കും ടൈറ്റ് കോമ്പറ്റീഷൻ നൽകാൻ സാധിച്ചിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ കളി മൊത്തത്തിൽ അങ്ങ് മാറി. ഒരു ഹൈ ടെമ്പറിൽ കളി ആസ്വദിച്ച ആരാധകർക്ക് സെക്കൻഡ് ഹാഫിൽ പതിയെ പ്രഷർ റിലീസ് ചെയ്യാൻ സാധിക്കുന്നു. 3-2 ആദ്യ പകുതി അവസാനിച്ച മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ മാത്രം എതിരില്ലാത്ത 4 ഗോളുകൾ ബാർസലോണ അടിക്കുന്നു. കളിയിലെ താരമായി റാഫിന്യ മാറിയപ്പോൾ ബ്രസീലിയൻ ലെഗസി ബാർസലോണക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. A2 വലിയ ലീഡിൽ ബാർസ മത്സരം സീൽ ചെയ്യുമ്പോൾ മത്സരത്തിൽ പിറന്ന ഓരോ ഗോളിലും ഇദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ടച്ച് ഉണ്ടായിട്ടുണ്ടെന്നാണ് വാസ്തവം. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ബാർസലോണയുടെ നായക പരിവേഷമണിയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇന്നത് ക്യാപ്റ്റൻ റാഫിന്യയാണ്. സമീപകാല ഫുട്ബോളിൽ ടീമിന് വേണ്ടി കമ്മിറ്റ്മെൻറ്റോടെ കളിക്കുന്ന ഒരു താരം. മൈതാനത്ത് എപ്പോഴും അഗ്രസീവായി നിൽക്കുന്ന, എതിരാളികളെ എപ്പോഴും പ്രസ് ചെയ്യുന്ന, പന്തിന് വേണ്ടി എപ്പോഴും ഹങ്കറാണ് അയാൾ. 4 ഗോൾ കോൺട്രിബ്യൂഷനോടെ മത്സരം തൻ്റേതാക്കി മാറ്റി ആ കാനറിക്കാരൻ. ക്വാർട്ടറിൽ ബാർസലോണക്ക് സ്വന്തം നാട്ടുകാർക്ക് മുമ്പിൽ തന്നെ കളിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. സിമിയോണിയുടെ അത്ലറ്റിക്കോ ഒരിക്കൽ കൂടി ഇത്തവണ ചാമ്പ്യൻസ് ലീഗിൽ എതിരാളികളായി മാറുകയാണ്. കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെട്ടതാണ് ബാർസലോണ. മറ്റൊരു നോക്കൌട്ട് മത്സരത്തിനും കൂടി ബാർസ അത്ലറ്റിക്കോ സജ്ജരാവുകയാണ്.